അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കരൺ ബജാജ് എന്ന സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ തൻ്റെ സ്റ്റാർട്ടപ്പായ വൈറ്റ് ഹാറ്റ് ജൂനിയർ വഴി 18 മാസം കൊണ്ട് എങ്ങനെയാണ് 2500 കോടി രൂപ ഉണ്ടാക്കിയത് എന്നുള്ള കാര്യമാണ്. ഇന്ത്യയിലെ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസമാണ്. അതിൽ തന്നെ തങ്ങളുടെ കുട്ടി നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് മേടിച്ച് നല്ല ജോലി നേടാൻ ആകുമോ എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ആശങ്ക. പേടിയുള്ള ഒരാളുടെ അടുത്ത് വളരെ ഈസി ആയിട്ട് വിൽക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പ്രതീക്ഷയാണ്. ഇങ്ങനെയുള്ള ആ ഒരു പേടിയെയും ആശങ്കയെയും മുതലെടുത്തുകൊണ്ടാണ് കരൺ ബജാജ് എന്ന സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ വൈറ്റ് ഹാറ്റ് ജൂനിയർ എന്ന ഒരു സ്റ്റാർട്ടപ്പ് ആരംഭിക്കുന്നത്. ഈ ഒരു സ്റ്റാർട്ടപ്പ് കുട്ടികളെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് പഠിപ്പിക്കുവാനായിട്ട് തുടങ്ങിയ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. 2018 അവസാനത്തോടു കൂടിയാണ് കരൺ ബജാജ് വൈറ്റ് ഹാറ്റ് ജൂനിയർ എന്ന പേരിൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം തുടങ്ങുന്നത്. കരൺ ബജാജ് വൈറ്റ് ഹാറ്റ് ജൂനിയർ തുടങ്ങുന്നതിന് മുമ്പ് ഡിസ്കവറി ഇന്ത്യയുടെ കൺട്രി ഹെഡായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടി കരൺ ബജാജ് പല ഇൻവെസ്റ്റേഴ്സിനെയും അപ്രോച്ച് ചെയ്തു ഫണ്ട് റേസിങ്ങിന് വേണ്ടി. അപ്പോൾ ഇൻവെസ്റ്റേഴ്സൊക്കെ മെയിനായിട്ട് ചോദിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത് സ്കൂൾ കുട്ടികളൊക്കെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് പഠിക്കാൻ തയ്യാറാവുമോ, കോഡിംഗ് പഠിക്കാൻ തയ്യാറാവുമോ, പേരൻസ് അതിന് താല്പര്യം പ്രകടിപ്പിക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ കരൺ ബജാജ് അതിന് കൊടുത്ത മറുപടി എന്ന് പറയുന്നത് വൈറ്റ് ഹാറ്റ് ജൂനിയറിനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ വ്യത്യസ്തത ഇരിക്കുന്നത്. നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് കുട്ടികളെയല്ല, മറിച്ച് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് മാതാപിതാക്കളെയാണ് എന്നും പറഞ്ഞിട്ടാണ് കരൺ ബജാജ് ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്തിൽ നിന്നും ഫണ്ട് റേസിംഗ് നടത്തുന്നത്. 2019 തുടക്കത്തിൽ ഏകദേശം $11 മില്യൺ കരൺ ബജാജ് വൈറ്റ് ഹാറ്റ് ജൂനിയറിന് വേണ്ടി റേസ് ചെയ്തത്. അത് ഏകദേശം ഇന്ത്യൻ റുപ്പിയിലേക്ക് നോക്കുകയാണെങ്കിൽ 90 കോടി രൂപ അടുത്ത് വരും. അപ്പോൾ ഈ ഒരു ഫണ്ട് കിട്ടിയ ഉടനെ തന്നെ കരൺ ബജാജ് ചെയ്ത ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിംഗ് പ്ലാൻ തയ്യാറാക്കി. ഏകദേശം 15 കോടിയാണ് മാർക്കറ്റിംഗ് പ്ലാനിന് വേണ്ടി മാത്രം കുറച്ച് മാസങ്ങളിലേക്ക് മാറ്റിവെച്ചത്. അപ്പോൾ ഇതിനായിട്ട് തിരഞ്ഞെടുത്ത ഒരു പാറ്റേൺ എന്ന് പറയുന്നത് നമ്മൾ സാധാരണയായിട്ട് പലപ്പോഴും മീഡിയാസിലും അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലൊക്കെ കാണാറുള്ള ഒരു ന്യൂസ് പാറ്റേൺ ആണ്. അപ്പോൾ നിങ്ങൾ തന്നെ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, 10 വയസ്സുള്ള കുട്ടി സ്വന്തമായിട്ട് മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്തു, 12 വയസ്സുള്ള കുട്ടി പുതിയ കണ്ടുപിടുത്തം നടത്തി, അല്ലെങ്കിൽ 11 വയസ്സുള്ള കുട്ടി ഗൂഗിളിൻ്റെ ഒരു ബഗ് ഫിക്സ് ചെയ്തു, എന്നിട്ട് ഗൂഗിളിൻ്റെ CEO അഭിനന്ദിച്ചു. അങ്ങനെയുള്ള പല ന്യൂസുകളൊക്കെ നിങ്ങൾ പലപ്പോഴും ന്യൂസ് പേപ്പറിലും മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ കാണുന്ന പല ചെറിയ കുട്ടികളുള്ള പേരൻസും വിചാരിക്കുന്നത് എൻ്റെ ഒക്കെ കുട്ടിയുടെ പ്രായത്തിലുള്ള പല കുട്ടികളും എന്ത് സ്മാർട്ടാണ്, എൻ്റെ കുട്ടിയൊന്നും ഇതേപോലെ ആകണില്ലല്ലോ എന്നുള്ള വിചാരം പല പേരൻസിനും വരും. ഇങ്ങനെയുള്ള ന്യൂസുകളുടെയൊക്കെ ഒരു പാറ്റേണിലാണ് കരൺ ബജാജ് വൈറ്റ് ഹാറ്റ് ജൂനിയറിന് വേണ്ടി ആഡ്സ് ഒരുക്കിയത്. അതിനുവേണ്ടി കരൺ ബജാജ് കുട്ടികളെ വച്ച് കുറച്ച് വീഡിയോസ് ഇറക്കി. അപ്പോൾ ആ മാർക്കറ്റിംഗ് വീഡിയോയുടെയൊക്കെ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ 10-12 വയസ്സുള്ള കുട്ടികളൊക്കെ വരും. എന്നിട്ട് അവർ പറയും, ഞാൻ വൈറ്റ് ഹാറ്റ് ജൂനിയർ പ്ലാറ്റ്ഫോം വഴി കോഡിംഗ് പഠിച്ചതാണ്, എന്നിട്ട് ഞാൻ സൊമാറ്റോ പോലത്തൊരു മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്തു, എനിക്ക് 12 വയസ്സുള്ളൂ, ഈ മൊബൈൽ ആപ്പ് മൈക്രോസോഫ്റ്റ് ഏറ്റെടുത്തു. പിന്നെ വേറൊരു കുട്ടി വന്നിട്ട് പറയും, എനിക്ക് 10 വയസ്സാണ്, ഞാൻ വൈറ്റ് ഹാറ്റ് ജൂനിയർ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തിട്ട് കോഡിംഗ് പഠിച്ചു, എന്നിട്ട് ഞാനൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി, ആ സോഫ്റ്റ്വെയർ ഗൂഗിൾ ഏറ്റെടുത്തു. പിന്നെ വേറൊരു കുട്ടി വന്നിട്ട് പറയും, എനിക്ക് 13 വയസ്സാണ്, ഞാൻ വൈറ്റ് ഹാറ്റ് ജൂനിയറിൻ്റെ പ്ലാറ്റ്ഫോം വഴി ഇതേപോലെ തന്നെ കോഡിംഗ് പഠിച്ചു, എന്നിട്ട് എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് കോളേജിൽ എത്തുമ്പോഴേക്കും അവിടെ ഇൻറ്റേൺഷിപ്പിന് ഉള്ള അവസരം ഇപ്പോഴേ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള വീഡിയോകളാണ് ഈ ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് കരൺ ബജാജ് ക്രിയേറ്റ് ചെയ്തത്. എന്നിട്ട് ഈ വീഡിയോ എല്ലാം യൂട്യൂബ് വഴിയും പല TV ചാനൽ വഴിയും പരസ്യം ചെയ്തു. അപ്പോൾ ഇത് കാണുന്ന സ്വാഭാവികമായിട്ടും മക്കളെ പറ്റി ആശങ്കയുള്ള ഇന്ത്യൻ പേരൻസ് ഈ വീഡിയോ കാണുമ്പോൾ വിചാരിക്കും, എൻ്റെ മകളുടെയോ അല്ലെങ്കിൽ മകൻ്റെയോ പ്രായമുള്ള കുട്ടികളൊക്കെ ഈ ഒരു ഏജിൽ കോഡിംഗ് പഠിച്ചിട്ട് അവരൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അവർ സ്വന്തമായിട്ട് മൊബൈൽ ആപ്പ് ഉണ്ടാക്കുകയാണ്, സോഫ്റ്റ്വെയർ നിർമ്മിക്കുകയാണ്, അപ്പോൾ എൻ്റെ കുട്ടി ഇതൊന്നും ചെയ്യണില്ല, എൻ്റെ കുട്ടിക്ക് ഇതൊന്നും അറിയാൻ പാടില്ല, അങ്ങനെയുള്ളൊരു വിചാരം വരും. ഇങ്ങനെ കണ്ട് ആശങ്ക വന്ന പല പേരൻസും വൈറ്റ് ഹാറ്റ് ജൂനിയറിൽ അവരുടെ കുട്ടികളെ കോഡിംഗ് പഠിപ്പിക്കാനായിട്ട് ജോയിൻ ചെയ്യിപ്പിച്ചു. അപ്പോൾ ഇതിൻ്റെ ഒരു ഫീസ് എന്ന് പറയുന്നത് നിസ്സാര ഫീസൊന്നുമല്ല. ഒരു ചെറിയ കോഴ്സിന് തന്നെ 6000 രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 6000 രൂപ തൊട്ട് മുകളിലേക്കുള്ള കോഴ്സുകളാണ് വൈറ്റ് ഹാറ്റ് ജൂനിയർ വിറ്റുകൊണ്ടിരുന്നത്. ഇനി ഈ വൈറ്റ് ഹാറ്റ് ജൂനിയറുടെ ഇത്തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യം കണ്ട് വീഴാത്ത പേരൻസിനെയും വീഴ്ത്താനുള്ള വേറൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്, അവർ പറയും, നിങ്ങളുടെ കുട്ടിയെ കോഴ്സിനൊന്നും ചേർക്കണ്ട, പക്ഷേ നിങ്ങൾക്ക് ഒരു മണിക്കൂറുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാം, അത് ഫ്രീ ആണെന്ന് പറയും.
അപ്പോൾ പല പേരൻസും വിചാരിക്കും ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണല്ലോ, അതിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ബേസിക് കാര്യങ്ങൾ പഠിക്കാം, കാശും കൊടുക്കണ്ട എന്ന് വിചാരിക്കും. അങ്ങനെ കുട്ടീനെ കൊണ്ടുപോയി ഓൺലൈനായിട്ട് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഇരുത്തും. അതൊരു 1 മണിക്കൂറിൻ്റെ ക്ലാസ് ആയിരിക്കും. അപ്പോൾ ഈ ക്ലാസ് കഴിയുമ്പോൾ ഇവരൊരു കുട്ടീൻ്റെ IQ ലെവലൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു റിപ്പോർട്ട് ഈ പേരൻസിന് കൊടുക്കും. അപ്പോൾ അതിൽ ഇവർ ചെയ്യുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത്, ഇപ്പോൾ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണെങ്കിൽ പോലും അവർ ആ കുട്ടിയുടെ IQ ലെവൽ കുറവാണെന്നും പറഞ്ഞുള്ള റിപ്പോർട്ട് പേരൻസിന് കൊടുക്കും. അപ്പോൾ അത് എങ്ങനെ അവർ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 10 വയസ്സുള്ള കുട്ടിക്ക് ഒരു പ്രൊഫസർ പോലും, ഒരു കോളേജ് പ്രൊഫസർ പോലും സോൾവ് ചെയ്യാൻ പറ്റില്ലാത്ത വലിയ വലിയ പ്രോബ്ലംസൊക്കെ കൊടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും എത്ര ബ്രില്യൻ്റ് കുട്ടിയായാലും അത് സോൾവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആ കുട്ടിയെ കൺഫ്യൂസ്ഡ് ആക്കി ആ കുട്ടിയുടെ IQ ലെവൽ കുറവാണെന്നും പറഞ്ഞ് പേരൻസിന് ഒരു റിപ്പോർട്ട് കൊടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കാണുന്ന പേരൻസിന് ആശങ്ക വരും. അവർ ചോദിക്കും, അപ്പോൾ എന്താണ് പോംവഴി, ഈ കുട്ടിയുടെ IQ ലെവൽ കൂട്ടാനായിട്ട്, ഇവനെ അല്ലെങ്കിൽ ഇവളെ ബ്രില്യൻ്റ് ആക്കാനായിട്ട് എന്താണ് വഴി എന്ന് ചോദിക്കും. അപ്പോൾ അതിനായിട്ടും വൈറ്റ് ഹാറ്റ് ജൂനിയർ ഒരു സൊല്യൂഷൻ പറയും. ഞങ്ങളുടെ കയ്യിൽ ഒരു കോഴ്സ് ഉണ്ട്. ആ ഒരു കോഴ്സ് കോഡിങ്ങും അങ്ങനെ എല്ലാ ബേസിക് സ്കില്ലും കൂടി പഠിപ്പിക്കുന്ന കോഴ്സാണ്. അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ആ കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയുടെ IQ ലെവൽ കൂടി കുട്ടി വളരെ ഇൻ്റലിജൻ്റ് ആവും എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കും. അപ്പോൾ അങ്ങനെ പേടി തോന്നുന്ന പല പേരൻസും കുട്ടികളെ വൈറ്റ് ഹാറ്റ് ജൂനിയറിൽ കോഴ്സിനായിട്ട് ജോയിൻ ചെയ്യിപ്പിക്കും. അപ്പോൾ ഞാൻ വൈറ്റ് ഹാറ്റ് ജൂനിയറിൻ്റെ മാർക്കറ്റിംഗ് രീതിയെ പറ്റിയും അവരുടെ പ്രൊമോഷൻ രീതിയെ പറ്റിയും പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി കാണും. ഇത് പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു പരസ്യവും അതുപോലെ പേരൻസിനെ മിസ്ലീഡ് ചെയ്തുമാണ് ഇവർ പ്രോഡക്റ്റ് വിൽക്കുന്നതെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും, സെയിം സ്ട്രാറ്റജിയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബിസിനസ് ഉണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ബൈജൂസ് ആണ്. നമ്മുടെ മലയാളിയായ ബൈജു രവീന്ദ്രൻ്റെ ഉടമസ്ഥയിലുണ്ടായിരുന്ന ബൈജൂസ്. ഈ വൈറ്റ് ഹാറ്റ് ജൂനിയറിൻ്റെ ഈ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഇവരുടെ അഗ്രസീവായിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസൊക്കെ ബൈജു രവീന്ദ്രൻ ക്ലോസ്ലി വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ അഗ്രസീവ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വഴി ഈ വൈറ്റ് ഹാറ്റ് ജൂനിയർ ആദ്യത്തെ തുടങ്ങിയ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ 20 കോടിയുടെ വരുമാനത്തിലേക്ക് എത്തി. അവർ നെക്സ്റ്റ് ഇയറിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന അവരുടെ റവന്യൂ എന്ന് പറയുന്നത് 1200 കോടിയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് കണ്ടിട്ട് ബൈജു രവീന്ദ്രന് ആശങ്ക വന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ വൈറ്റ് ഹാറ്റ് ജൂനിയർ നിലവിൽ ഓഫർ ചെയ്യുന്നത് മെയിനായിട്ട് കുട്ടികൾക്കുള്ള കോഡിംഗ് കോഴ്സാണ്. പക്ഷേ ഇവർ അതിൽ വിജയിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള മേഖലയിലേക്കും ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. ബൈജൂസ് ഓഫർ ചെയ്യുന്ന പോലെ തന്നെ നോർമൽ കുട്ടികളുടെ ട്യൂഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവർ ഇറങ്ങാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, ബൈജു രവീന്ദ്രനെ ഏറ്റവും പേടിപ്പിച്ച, അല്ലെങ്കിൽ ബൈജു രവീന്ദ്രന് ഇവരൊരു ഭീഷണിയാവും, വൈറ്റ് ഹാറ്റ് ജൂനിയർ ഒരു ഭീഷണിയാവും എന്ന് തോന്നാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ, വൈറ്റ് ഹാറ്റ് ജൂനിയറും കരൺ ബജാജും ഈ ബൈജുവിനേക്കാളും വലിയ താപ്പാനയായിരുന്നു. ബൈജൂസ് മിസ്ലീഡ് ചെയ്തും ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുമാണ് പ്രോഡക്റ്റ് വിറ്റുകൊണ്ടിരുന്നത്. അതിനേക്കാളും വലിയ രീതിയിൽ മിസ്ലീഡ് ചെയ്തും തെറ്റിദ്ധരിപ്പിച്ചുമാണ് വൈറ്റ് ഹാറ്റ് ജൂനിയർ പ്രോഡക്റ്റുകൾ വിറ്റുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ആശങ്ക തോന്നിയതുകൊണ്ട് ഉടനെ തന്നെ ബൈജു രവീന്ദ്രൻ കരൺ ബജാജിനെ ഫോൺ ചെയ്തിട്ടൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. അപ്പോൾ ആ മീറ്റിങ്ങിൽ ബൈജു രവീന്ദ്രൻ വൈറ്റ് ഹാറ്റ് ജൂനിയറിനെ ഏറ്റെടുക്കാനുള്ള ഒരു സന്നദ്ധത അറിയിച്ചു. കരൺ ബജാജിൻ്റെ പ്ലാനും ഇതുതന്നെയായിരുന്നു. ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി അഗ്രസീവായിട്ട് മാർക്കറ്റ് ചെയ്ത് ബൈജൂസിനെ വിറപ്പിക്കുക. അതുവഴി ബൈജൂസിൻ്റെ അടുത്ത് നിന്ന് നല്ലൊരു ഓഫർ കിട്ടി ബൈജൂസിന് വൈറ്റ് ഹാറ്റ് ജൂനിയറിനെ വിൽക്കുക. ആ സമയത്ത് ബൈജൂസ് ബില്യൺസ് ഓഫ് ഡോളേഴ്സിൻ്റെ ഫണ്ട് റേസിംഗ് നടത്തി. അത്രയും ക്യാഷും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഓഫർ കരൺ ബജാജ് അംഗീകരിച്ചു. അങ്ങനെ 2020 ജൂലൈയിൽ ബൈജൂസ് വൈറ്റ് ഹാറ്റ് ജൂനിയറിനെ 2500 കോടിക്ക് ഏറ്റെടുത്തു. ഏകദേശം $300 മില്യൺ ഏറ്റെടുത്തത്. അന്നത്തെ ഡോളറിൻ്റെ വില വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 2500 കോടിക്ക് അടുത്ത് വരും. അപ്പോൾ ആ ഒരു ഏറ്റെടുക്കുന്ന സമയത്ത് കരൺ ബജാജ് ആയിരുന്നു വൈറ്റ് ഹാറ്റ് ജൂനിയറിൻ്റെ മെജോറിറ്റി ഷെയർ ഓൺ ചെയ്തിരുന്നത്. ഏകദേശം 15% ഷെയർസ് മാത്രമാണ് ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. ബാക്കി ഫുൾ ഷെയർ ഓൺ ചെയ്യുന്നത് കരൺ ബജാജും ആയിരുന്നു. അതുമാത്രമല്ല, ഈ $300 മില്യൺ ഫുൾ ഡീൽ നടന്നത് ക്യാഷ് പേയ്മെൻറ്റിലാണ്. സാധാരണ പല സ്റ്റാർട്ടപ്പ് അക്വസിഷനിലും നടക്കാറ് ക്യാഷ് പ്ലസ് സ്റ്റോക്കും കൂടിയാണ്. പക്ഷേ കരൺ ബജാജിന് ഈ ഫുൾ എമൗണ്ടും ക്യാഷായിട്ട് തന്നെ കിട്ടി. അങ്ങനെ 18 മാസം കൊണ്ടാണ് ഇന്ത്യൻ പേരൻസിനെ തെറ്റിദ്ധരിപ്പിച്ചും മിസ്ലീഡ് ചെയ്തും കരൺ ബജാജ് 2500 കോടി സമ്പാദിച്ചത്. അപ്പോൾ ഇതിൻ്റെ മേജോറിറ്റി ഷെയർ ഓൺ ചെയ്യുന്നത് കരൺ ബജാജ് തന്നെയായതുകൊണ്ട് ഈ 2500 കോടിയുടെ ഏകദേശം 2000 കോടിയെങ്കിലും കരൺ ബജാജിന് തന്നെ കിട്ടിക്കാണും. ഈ ചുരുങ്ങിയ കാലയളവിൽ ഇത്രയും കാശ് സമ്പാദിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ഫൗണ്ടറും ബിസിനസ്സുകാരനും കരൺ ബജാജ് ആയിരിക്കും. ഇത്രയും ചുരുങ്ങിയ കാലയളവിൽ 2500 കോടി സമ്പാദിച്ച വേറെ ബിസിനസ്സുകാരൻ ഇന്ത്യയിൽ ഉണ്ടാകില്ല. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.